ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് അക്കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് തക്കമായ ഒരു ന്യായമുണ്ടായിരുന്നു. അവിടെയാണ് കായികമില്ല മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ഒരു പ്രശ്നം. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെടരുത്, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർ തരം മാറ്റി നിൽക്കുന്നുണ്ടാവരുത്. ആ ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നത് നമ്മൾ തമ്മിൽ ഭിന്നിപ്പിക്കലാണ്. ഇത് വിഭജനം എന്നുള്ളത് ഒരു പ്രത്യേക വ്യക്തിയുടെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. രാഷ്ട്രീയം അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ മൂവ്മെന്റിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ അവിടെ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവിന്റെ സാധ്യത പോലും പരിശോധിക്കാൻ പാടില്ല. സീയത്തിന്റെ പ്രസംഗം മണ്ണെടുത്തു മണത്തു നോക്ക്, എന്റെ വല്യാപ്പയുടെ ചോരയുടെ മണം അതിനകത്തുണ്ട്. വിഭജനം ഒരു വിജയമായിട്ടാണോ അല്ലെങ്കിൽ അതൊരു മറ്റൊരു പദ്ധതിയായിട്ടാണോ താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? വിയോജിപ്പുകൾ ജനാധിപത്യത്തിലെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഏറ്റവും രൂക്ഷമായി കോൺഗ്രസിനെ ഇന്ത്യയിൽ വിമർശിച്ചിരുന്നവർ പോലും ഫാഷിസം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാക്ഷി മാസികയുടെ സ്വാതന്ത്ര്യദിന പതിപ്പായ പ്രത്യേക പതിപ്പിന്റെ അഭിമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ മഹാസാമ്രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണ്. പരകോടി മനുഷ്യ ജന്മങ്ങളുടെ പ്രതീക്ഷകൾക്കെല്ലാം വിരാമിട്ടൊരു ദിനം കൂടെയാണ് ഓഗസ്റ്റ് 15. ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളും അതിനുവേണ്ടി നടന്ന പോരാട്ടങ്ങളുടെയും അധ്യായങ്ങൾ സമാനതകളില്ലാത്തതാണ്. എന്നിരിക്കെ പാപം ഒരിടത്ത് പഴി മറ്റൊരിടത്ത് എന്ന പോലെ വിഭജനത്തിന്റെ എല്ലാ പൈചാരുകളുടെയും മുസ്ലിം ലീഗിന്റെ മേൽ കെട്ടിവെക്കുന്ന ഒരു പ്രചാരണം കൂടെ ഇന്ത്യയിലുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിലുള്ള മുസ്ലിം ലീഗിന്റെ പങ്കിനെ കുറിച്ചും സവിസ്തരം ചർച്ച ചെയ്യുകയാണ് ഇവിടെ. നമ്മോട് കൂടെ രാഷ്ട്രീയ കേരളത്തോട് വിശേഷ പ്രബുദ്ധ ജനതയോട് പരിചയപ്പെടുത്താൻ കൂടുതൽ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ബഹുമാനപ്പെട്ട ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ അഭിമാന പ്രഭാഷകൻ കൂടെ ബഹുമാനപ്പെട്ട KM ഷാജി സാഹിബാണ്. സ്വാഗതം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാസാമ്രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഭജനം കഴിഞ്ഞ് 77 വർഷം പിന്നിടുന്ന ഈ ഒരു സമയത്ത് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിഭജനം ഒരു വിജയമായിട്ടാണോ അല്ലെങ്കിൽ അതൊരു മറ്റൊരു പദ്ധതിയായിട്ടാണോ താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? ഈ വിഭജനം എന്നതിന്റെ കൂടെ സംഭവിച്ച മറ്റൊന്ന് സ്വാതന്ത്ര്യം കൂടിയാണ്. സ്വാതന്ത്ര്യ ദിനവും വിഭജന ദിനവും ഒക്കെ ഒരു ദിവസമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിൽ ആഹ്ലാദിക്കുക എന്നുള്ളതാണ് യുക്തി എന്ന് പറയുന്നത്. വിഭജനത്തിൻ്റെത് വേദനാജനകമായ കാര്യമാണെങ്കിൽ ഇനി അത് മറക്കുക എന്നുള്ളതാണ്. ചരിത്രം നമുക്കെപ്പോഴും ചരിത്രത്തിൽ അനാവശ്യമായി തൂങ്ങി നിന്നിട്ട് അതിലെ അതിൻ്റെ നെഗറ്റീവ്സിനെ നമ്മളിങ്ങനെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ഒരാശാസ്യമായ കാര്യമല്ല. ചരിത്രത്തിലെ പോസിറ്റീവായിട്ടുള്ള എനർജി ലഭ്യമാകുന്ന കാര്യങ്ങളെ നമ്മൾ ഉത്തേജകമായിട്ട് എടുക്കുകയും വേദനകളെ മറക്കുകയും ചെയ്യണം എന്നാണ് ഒരു ആധുനിക കാലത്തെ മനുഷ്യൻ്റെ സഹജീവിതത്തിന് ഏറ്റവും ഗുണപ്രദമായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഓഗസ്റ്റ് 15 വിഭജനത്തിൻ്റെ ദിവസമായിട്ടല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസമായിട്ട് കാണാനാണ് എൻ്റെ ഇഷ്ടം. മുസ്ലിം വിശ്വാസികൾക്ക് സുരക്ഷിതരല്ല എന്നൊരു ബേസിക് ആയ ഒരു ഐഡിയയിൽ നിന്നാണ് പിന്നീട് വിഭജനമെല്ലാം വരുന്നത്. എന്നാൽ അത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ഒരു തത്വമായിരുന്നു എന്നും പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വതന്ത്രത്തെ അല്ലെങ്കിൽ വിഭജനത്തെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന കോണിലൂടെയാണോ അല്ല എന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ ഒരു അസ്തിത്വ രൂപീകരണത്തിന്റെ ഒരു വിഭജനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്? ഞാൻ വീണ്ടും പറയണത് ആ വിഭജനത്തെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഒരു വലിയ അതിക്രമത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നു എന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഇപ്പോഴും പാർക്കുന്നത് രണ്ടാമത് ഇന്ത്യയിലാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞ ഇന്ത്യയിലാണ്. അങ്ങനെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമായിരുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ കുടിയൊഴിഞ്ഞ് പോകേണ്ടി വരുമായിരുന്നു. ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. അതിൽ അതിർത്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ആ സമയത്ത് ഉയർന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്തുണ്ടായ ചില കൊടുക്കൽ വാങ്ങലുകളുടെ ഘട്ടത്തിൽ ഇസ്മായിൽ സാഹിബിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പഴയ ഫണ്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, പാകിസ്ഥാനിൽ പോയിട്ട് വേണ്ടെന്ന് പറയുന്നത്. ഞങ്ങളെ കാര്യം നോക്കിക്കോളാം, നിങ്ങളെ കാര്യം നോക്കിക്കോളി എന്നാണ്. അത് ഒരു കട്ട് ഓഫ് വേർഡാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംസാരിക്കാനില്ലെന്നും അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിനെ സംസാരിക്കാനില്ലെന്നും ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ ബ്രിട്ടീഷുകാരൻ വിതച്ചിട്ട് പോയ
ഈ പരസ്പര ഭിന്നിപ്പിക്കൽ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വിഭജിക്കാൻ മാത്രമല്ല, ഇന്ത്യ സ്വതന്ത്രമായി നിൽക്കുന്നതിനെ കൂടെ ഇല്ലാതാക്കാനാണ്. ആ വിഭജനത്തിന്റെയും അനുരണനങ്ങൾ എന്താണ് ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നത് നമ്മൾ തമ്മിൽ ഭിന്നിപ്പിക്കലാണ്. അപ്പൊ അത് ഒരു തന്ത്രം തന്നെയാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം. ബ്രിട്ടീഷുകാരൻ ഇപ്പം ലോകത്ത് അതിന്റെ പഴി ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം അത്രമേൽ അപകടകരമായിട്ടുള്ള മുസ്ലിം ലീഗിനെ പൈചാരുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്ന് നമുക്ക് പറയാം. ഒരു സംശയക്കാര്യത്തിലില്ല. എന്നുവെച്ചാൽ അതൊരു ലീഗിന്റെ മാത്രം തീരുമാനവും അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പുറത്തേക്ക് മാറണമെന്നത് കോൺഗ്രസിന്റെ മാത്രം തീരുമാനമായിരുന്നില്ല. സാഹചര്യങ്ങളിലെ ചില വ്യക്തികളുടെ അഭിപ്രായമാണ് എന്ന് പറയുന്നതിൽ താങ്കൾക്ക് അതിൽ ഭിന്ന അഭിപ്രായമുണ്ട്? അല്ല, ഏതർത്ഥത്തിലാണത്? അത് വിഭജനം എന്നുള്ളത് ഒരു പ്രത്യേക വ്യക്തിയുടെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തെ അനുസരിച്ചാണ് ആ ഒരു വിഭജനം പിന്നീട് വന്നത് എന്നതിനോട് എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഒരു ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പിരിയുന്നത് ഏതെങ്കിലും വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അത്രമേൽ വിഡ്ഢികളാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നതിന് അർത്ഥമായിരിക്കും അത്. കാരണം അന്നും പ്രാദേശിക തലങ്ങളിൽ പല സെക്ടറുകളിലായിട്ട് മുസ്ലിങ്ങൾക്കായാലും മറ്റാർക്കായിരുന്നാലും കോൺഗ്രസിനായിരുന്നാലും ലീഗിനായിരുന്നാലും ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിന്റെ കൂട്ടമായ ധാരണകളുടെ ഭാഗമായിട്ടാണ് വിഭജനം നടക്കും. ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ ഇപ്പം നെഹ്റുവും ഗാന്ധിജിയും ജിന്ന സാഹിബും തമ്മിലുള്ള ഈഗോയുടെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചരിത്രത്തിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പറയാമെന്നല്ലാതെ അത് അതിന്റെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ ചരിത്രബോധമുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് സ്വതന്ത്ര സമരങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്നതാണ് കോൺഗ്രസ് എന്നുള്ളത്. ഈ ഒരു വിഭജനത്തിന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒപ്പം പൂർണ്ണമായും പിന്തുണച്ചുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പൈചാൽ മുസ്ലിം ലീഗിന് ഏൽക്കേണ്ടി വരുമായിരുന്നു? അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വീണ്ടും അതാണ്. എന്താണ് ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നിടത്ത് പോലും എന്താണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ബെനിഫിറ്റ്? ഇപ്പം കോൺഗ്രസ് ആയിരുന്നാലും അന്നത്തെ കോൺഗ്രസേ അല്ല ഇന്നത്തെ കോൺഗ്രസ് നിന്ന് മാറി. അന്നത്തെ കോൺഗ്രസിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളല്ല ഇന്നത്തെ കോൺഗ്രസിന് മുമ്പിലുള്ള പ്രശ്നങ്ങൾ. ടോട്ടലി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. നമ്മളിപ്പോൾ ഏറ്റവും രൂക്ഷമായി കോൺഗ്രസിനെ ഇന്ത്യയിൽ വിമർശിച്ചിരുന്നവർ പോലും ഫാഷിസം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. രാഷ്ട്രീയം അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് പുറകിൽ അന്ന് നടന്ന പ്രശ്നങ്ങളെ വീണ്ടും വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ വലിയ കൺഫ്യൂഷനുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് അതൊരു പ്രോഡക്റ്റീവായ ഒരു മേഖലയാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ദീർഘമായ കാലയളവ് കൊണ്ട് ടോട്ടലി മാറിയിരിക്കുന്നു. അന്ന് ദേശീയ മുസ്ലിം എന്ന് പറയുന്ന പ്രയോഗം പോലും ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൽ പോയവരൊക്കെ അബുൽ കലാം ആസാദ് മുതൽ ഇങ്ങോട്ട് അവസാനത്തെ ആര്യാടൻ മുഹമ്മദ് വരെ നിൽക്കുന്ന കോൺഗ്രസിലെ ലീഡർഷിപ്പ് മുഴുവൻ കേട്ടിരുന്നത് ഒരു ദേശീയ മുസ്ലിം പ്രയോഗമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വരെ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ റിലീജിയസ് ആയിരുന്നു, മുസ്ലിം ലീഡർഷിപ്പിൽ നിന്നായിരുന്ന ആളുകൾ എന്നിട്ട് പോലും. പക്ഷേ ആധുനിക കാലത്ത് അതില്ല. അപ്പൊ വ്യത്യാസമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എല്ലാ അർത്ഥത്തിലും ഘടകമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെയും സ്വതന്ത്ര ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും നയങ്ങൾക്ക് തമ്മിൽ നിലപാടുകൾ തമ്മിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഒരു സംശയക്കാര്യത്തിലില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ട് അത് എങ്ങനെയായിരിക്കണം, അവരുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിരുന്ന മുസ്ലിം ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള ഖായിദ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മുസ്ലിം ലീഗ്, നിങ്ങൾ ഒരു ലഭ്യമായ പ്രമേയങ്ങളുണ്ട്. നമുക്ക് സർവ്വ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന പ്രമേയങ്ങളുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നീട് എടുത്ത പ്രമേയങ്ങളുണ്ട്. ഈ പ്രമേയങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി, ഡിമാൻഡുകൾ പരിശോധിച്ചാൽ മതി. രണ്ടും റിക്വയർമെന്റ്സുകൾ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഈ മൈനോറിറ്റീസ് എന്ന നിലക്ക് വരുന്നതോടുകൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നം പാകിസ്ഥാനും കൂടി ഉണ്ടായപ്പോൾ അതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വന്നപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വലിയ ത്രെട്ട് ഉണ്ടായിരുന്നു വെച്ചാൽ മൈനോറിറ്റീസിന്റെ ഇൻസെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടെന്നല്ല, അതിനെങ്ങനെ കത്തിക്കുക. ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാവുന്ന സാധനം എന്താണ്? പ്രതിരോധത്തിന്റെ ഒരു തരം ടെൻഡൻസി ഉണ്ടാവും. ആ പ്രതിരോധം ഗൗരവമായ തരത്തിലല്ലാതെ പോയാൽ വലിയ ടെററിസത്തിലേക്ക് പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. അതിനെ ഡൈവേർട്ട് ചെയ്യുന്നിടത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അക്കാലത്തെ ഏറ്റവും വലിയ പ്രതിബദ്ധത ഉണ്ടായിരുന്നത്. CH മുഹമ്മദ് സാഹിബിന്റെ, സീതി സാഹിബിന്റെ ഒക്കെ ഇടപെടലുകൾ പരിശോധിച്ചാൽ
അതിനെ മറികടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഖായിദ് അഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഒരുപാട് അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് പോകുന്നു, ലിയാഖത്ത് അലി ഖാനെ കണ്ടുമുട്ടുന്നു. സുലൈമാൻ സൈദ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ ലീഗിന്റെ ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് പറയുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് നിന്നിട്ടാണെങ്കിലും ലീഗിനെ വളർത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ലീഗിന്റെ ആ സമയത്തുള്ള ഒരു അനിവാര്യത, ഒരു ഹോണറബിൾ എക്സിസ്റ്റൻസിന്റെ അനിവാര്യതയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഒരു മനുഷ്യന്റെ രാജ്യത്തായാലും ലോകത്തിന്റെ തന്നെ എല്ലാ പ്രതലങ്ങളിലായിരുന്നാലും ഈ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഐഡന്റിറ്റി എന്ന് പറയുന്നതും ഒരു വിശ്വാസി എന്ന് പറയുന്നത് തമ്മിൽ പോലും വ്യത്യാസമുണ്ട്. ഐഡന്റിറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ സാധനമാണ്. ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു മുസ്ലിം, അതിഭീകരമായ ക്രൈസിസ് ആയിരുന്നു. ചെറിയ ക്രൈസിസ് അല്ല. നമ്മൾ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഒരു നല്ല വിശ്വാസിയായിട്ട് നടക്കുക എന്ന് പറയുന്ന സാധനവും ഐഡന്റിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ മുസ്ലിമിനും ഈമാൻ ഉണ്ടാവണം, അവന് എന്താണ് ഒരു കൃത്യനിർവഹണങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്ന ഒരു വിശ്വാസി പൂർണ്ണാർത്ഥത്തിലാവണം എന്നില്ല. മുസ്ലിം എന്നതൊരു കാനേഷുമാരിയാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണമാണ്. ഈ കാനേഷുമാരി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എക്സിസ്റ്റൻസിന്റെ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഇന്ന സമുദായത്തിലായിപ്പോയി, ഇന്ന പേരായിപ്പോയി, ഇന്ന തരത്തിലായിപ്പോയി, അവർ നിൽക്കാൻ ആവാതിരിക്കാൻ. അവിടെയാണ് ഖായിദ് അഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ഒരു പ്രശ്നം. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെടരുത്, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവർ തരം മാറ്റി ഉണ്ടാവരുത്. അവിടെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഭജനത്തെ സമയത്തൊക്കെ ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗിന് നല്ലൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. നല്ലൊരു വിഭജനത്തിന് ശേഷം അല്ലെങ്കിൽ ഇക്കാലയളവിലൊന്നും മുസ്ലിം ലീഗിന് കാര്യമായൊരു ഉത്തരേന്ത്യയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒരുപാട് ഘടകങ്ങളുണ്ട്, ചെറിയ ഘടകങ്ങളല്ല. രാഷ്ട്രീയമായ കാരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാം. അതിനപ്പുറം തന്നെ കേരളത്തിലെ ഒരു മുസ്ലിം മൂവ്മെന്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യാൻ, ഇടപെട്ടു പോകാൻ നമുക്ക് ഏറ്റവും കഴിയുന്ന ഒരു വിശ്വാസിക്ക് കഴിയുന്ന ഒരു മേഖല, ഇപ്പം ദഅവത്തിന്റെ മേഖല നിങ്ങൾ പരിശോധിച്ചാൽ ഒരാളോടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമായാൽ മാത്രമേ ദഅവത്ത് സാധ്യമാവുള്ളൂ. ഇതേ പ്രശ്നം മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രശ്നത്തിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇപ്പം മാലിക് ദിനാറും റളിയല്ലാഹു അവരൊക്കെ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കണം എന്താണ്, അവര് ഈ കേരളത്തിലെ വേഷത്തിലേക്ക് ഇറങ്ങി, അവർ ഈ കേരളത്തിലെ ഭാഷയിലേക്ക് ഇറങ്ങി. അറബി മലയാളം ഉണ്ടാവണ് അങ്ങനെയാണ്. അറബി അറിയാവുന്നവർ മലയാളത്തെ ഉപയോഗിച്ചു, അറബിയിൽ തന്നെ സംസാരിക്കാൻ ശ്രമിച്ചില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ഡിഫറൻ്റാണ്. വേഷങ്ങൾ കൊണ്ട് അവർ വേറെയാണ്, ഭാഷ കൊണ്ട് ഉറുദു മാത്രം സംസാരിക്കുന്നവരുടെ കമ്മ്യൂണിറ്റിയാണ്. ഈ അർത്ഥത്തിലൊക്കെ അവരൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറി നിൽക്കുന്ന ഒരു പ്രശ്നം അവിടങ്ങളിലൊക്കെ ഉണ്ടായി. ഇതുകൊണ്ട് സാധ്യമായ ഇത് രണ്ട് പ്രശ്നമാണ്. ഒന്ന്, അവർക്ക് ദഅവത്ത് സാധ്യമായില്ല, കമ്മ്യൂണിക്കേഷനിലേക്ക് ദഅവത്തില്ല, ഉറപ്പാണ്, സാധ്യമായില്ല. രണ്ടാമത് മിംഗ്ലിംഗ് ഉണ്ടായില്ല മറ്റൊരു സമൂഹമായിട്ട്. ഇപ്പം കേരളത്തിൽ മതസംഘടനകളായാൽ പോലും ചെയ്യുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വയൽ പറയാൻ വരുന്ന ഉസ്താദിന്റെ മുണ്ടും ഷർട്ടുമാണ്. ഈ അർത്ഥത്തിൽ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് അവരുടെ വേഷം, അവരുടെ ഭാഷ, ഇപ്പോൾ ഒരു വടകരയിലോ അതല്ലെങ്കിൽ കാസർഗോഡോ അതല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഒരു മുസ്ലിമിനെയും മറ്റൊരു കമ്മ്യൂണിറ്റിനെയും ഭാഷ കൊണ്ട് വേർതിരിച്ചെടുക്കാനാവില്ല. അപ്പം ഇതൊരു നമ്മളുടെ ആളുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നു, നാട്ടിൽ സ്കൂൾ കൊണ്ടുവരുമ്പോൾ, റോഡ് കൊണ്ടുവരുമ്പോൾ, പാലം കൊണ്ടുവരുമ്പോൾ അങ്ങനെ 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 മിങ്കിൾ ചെയ്യുന്നു. അവിടെ അവനവൻ്റെ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ദർസുണ്ട്, അറബി കോളേജ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ അവൻ ഈ സമൂഹത്തോട് മിങ്കിൾ ചെയ്യാൻ കഴിയും. ഔട്ട് ഓഫ് കേരളയിലേക്ക് പോയാൽ തമിഴ്നാട് ഒരു പക്ഷേ സൗത്തിലൊക്കെ കുറേയൊക്കെ ഉണ്ടാവും. നോർത്തിലേക്ക് പോകുമ്പോൾ പൂർണ്ണമായി വേറിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ആ പരിഷ്കരണത്തിന് എല്ലാവർക്കും പരാജയം ഉണ്ടായി. കേരളത്തിൽ ഈ മുന്നേറ്റത്തിൽ മതസംഘടനകൾ മുഴുവൻ കക്ഷിയാണ്. ഇവിടെ സമസ്തയാവട്ടെ, നെഹ്ദത്തുൽ മുജാഹിദീനാവട്ടെ, എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. അവിടുത്തതിൽ അവർക്കും പങ്കാളിത്തമില്ല, അത് ഒഴിവാൻ പറ്റില്ലല്ലോ. അവിടെ പോകുമ്പോൾ അവർക്കും പങ്കാളിത്തമുണ്ട്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് മാത്രം ലോകത്ത് പൊട്ടി വീണുണ്ടാവില്ല. ഒരുപാട് സാഹചര്യങ്ങളുടെ അന്തരീക്ഷത്തിലാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് സമസ്ത ഉണ്ടാവുന്നത്, അതുപോലെ തന്നെയാണ് നെഹ്ദത്തുൽ മുജാഹിദീൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് കേരളയിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള വീഴ്ചകളിൽ മുസ്ലിം ലീഗിനും ഒരു പക്ഷേ അങ്ങനെ വേറെ ഉറച്ചു പോകാൻ കഴിയാത്തത് ഈ കൂട്ടമായ മുന്നേറ്റം ഇല്ലാത്തതിൻ്റെ ഫലമായിരിക്കാം. അത് വീഴ്ച തന്നെയാണ്. അതിന് എന്ത് തരത്തിലാണ് പരിഹാരം എന്ന് പരിശോധിക്കാനുള്ള ഒരു വലിയ അറ്റംപ്റ്റ് നടന്നിട്ടില്ല. ഇപ്പം ദാറുൽ ഹുദയുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ചില അറ്റംപ്റ്റുകൾ നമ്മളൊക്കെ പലപ്പോഴും ഹാദിയുടെ ഒക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ്
പിന്നെ നോർത്തിലെ കുട്ടികൾ വന്നിട്ട് ദാർഹുദയിൽ വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും സുബൈർ ഹുദവിയൊക്കെ പറയാറുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വളരെ അടുത്ത ആളല്ലേ അദ്ദേഹമൊക്കെ പറയുന്നത്. ഔട്ട് ഓഫ് കേരളയിൽ പല ക്യാമ്പസുകൾ വരുന്നതിനും പ്രചോദനമാകാവുന്ന തരത്തിലേക്ക് അത് അങ്ങനെ അതൊരു കൊടുക്കൽ വാങ്ങലാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് സഹവർത്തിത്വത്തിൽ നിന്നിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. അവിടെ നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ച പരാജയം കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ അതിലെല്ലാവരും ഉത്തരവാദിയാണ്. ലീഗ് മാത്രമല്ല, എല്ലാ മതസംഘടനകളും ഉത്തരവാദിയാണ്. നഷ്ടം സമൂഹത്തിനാണ്, രാജ്യത്തിനാണ്. പക്ഷെ ഈ ഒരു സമയത്ത് കേരളത്തിൽ മാത്രം മുസ്ലിം ലീഗ് ഒതുങ്ങിപ്പോകുന്നു എന്ന വിമർശനം പല ദേശീയ പാർട്ടിയിൽ നിന്നും വരാറുണ്ട്. ദേശീയ പാർട്ടി എന്നിരിക്കെ കേരളത്തിൽ മാത്രം ലീഗ് ഒതുങ്ങിപ്പോകുന്നു, ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലീഗിന്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന നിലക്ക് അതെന്തെങ്കിലും പരിഹാരങ്ങളോ അല്ലെങ്കിൽ ആ രൂപത്തിലെങ്കിലും ചിന്ത പോയിട്ടുണ്ടായിരുന്നു? ഇതേ ഒരു വാദപ്രതിവാദം കൊണ്ട് എനിക്കൊരു സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. ഏതെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്. സത്യത്തിൽ അതൊരു പരാജയമാണ്. ശരിക്കും പറഞ്ഞാൽ പരാജയമാണ്. അത് ആരുടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾക്ക് മാത്രം സാധ്യമല്ല. കേരളത്തിൽ ഇവിടെ മതസംഘടനകളുമായിട്ടുള്ള സംവാദങ്ങളും അനാരോഗ്യകരമായ മൂവ്മെന്റുകൾ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതില് എന്താണ് അണ്ടിയുടെ മൂപ്പ് മാങ്ങയുടെ മൂപ്പ് തമ്മിൽ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഒരു പരിണാമമാണ്. ആ പരിണാമം അങ്ങനെ ആക്കിയതിന്റെ പിറകിലാണ് ഈ പുരോഗതിയുടെ മുഴുവൻ അടിസ്ഥാനം കിടക്കുന്നത്. അവിടെ അത് വരാത്തതിന്റെ ഉത്തരവാദിത്വം ലീഗിന് മാത്രമല്ല എന്ന് ഞാൻ പറയണത്. നമുക്ക് എല്ലാവർക്കും പരാജയമുണ്ട്. ദേശീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയ നഷ്ടം ഉണ്ടാവാം. പക്ഷേ കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം ലീഗ് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഇന്നത്തെ അവസ്ഥയിൽ നോർത്ത് ഇന്ത്യയിൽ അടക്കം നടക്കുന്ന ഈ മുന്നേറ്റത്തിന്റെ പിറകോട്ട് പോക്ക് അതെല്ലാവർക്കും ക്ഷീണമാണ്. മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അത് വീഴ്ച തന്നെയാണ്. ആ വീഴ്ച പരിഹരിക്കലാണ് ഇനിയുള്ള ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. ഞാൻ അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്തതാണ്. അതിലൊരു സംശയമൊന്നുമില്ല. യഥാർത്ഥത്തിലൊരു ദേശീയ രൂപത്തിൽ താങ്കൾ തിളങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരുപാട് യാത്രകളെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു അനുഭവത്തിലും താങ്കളോട് ചോദിക്കുകയാണ്, പൊതുവെ മുസ്ലിങ്ങൾക്ക് ഒരു ബാക്ക്വേർഡായ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയിൽ മൊത്തം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോദി 2014 ശേഷം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അതിന്റെ പതനത്തിന്റെ ആഴ്ച വളരെയധികമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഇനിയും ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയായി മാറാൻ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ താങ്കൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ഇപ്പോ സമീപകാലത്ത് BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. RSS അതിന് ലീഡർഷിപ്പ് വന്നു. അതിഭീകരമായ ഒരു ഇൻസെക്യൂരിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെട്ടു വന്നു. ഈ പശ്ചാത്തലത്തിൽ ആണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പ് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഫാഷിസ്റ്റ് വിരുദ്ധമായി ഇന്ത്യയിലുണ്ടായി. പക്ഷെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ BJP ഭരണകാലത്തിലെ ഇന്ത്യൻ മൂവ്മെന്റുകൾ പരിശോധിച്ച് നോക്കുക. ആ മൂവ്മെന്റിൽ ആരാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നവർ? നിങ്ങൾ രാഹുൽ ഗാന്ധി മുതൽ കേരളത്തിലെ VD സതീശൻ വരെയുള്ള ആ ഒരു വലിയ നെക്സസ് പരിശോധിച്ചാൽ, സ്റ്റാലിനാവട്ടെ മമതാ ബാനർജി ആവട്ടെ, അങ്ങനെ പരിശോധിച്ചാൽ അതിനകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? ഇതൊരു പ്രധാന പോയിന്റാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ മൂവ്മെന്റിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ അവിടെ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവിന്റെ സാധ്യത പോലും പരിശോധിക്കാൻ പാടില്ല. രണ്ടാമത്, മുസ്ലിം കമ്മ്യൂണിറ്റി ഈ രാജ്യത്തെ എക്സ്ട്രീമിസ്റ്റുകളോട് കേരളത്തിൽ വിശിഷ്യ അതിശക്തമായി പൊരുതിയവരാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ എക്സ്ട്രീമിസ്റ്റുകളോടും അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെ പിടിയേറിയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ നോക്കിയതിന്റെ മുമ്പിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമായിരുന്നു എന്നതുകൊണ്ടും അതിൻ്റെ തിരിച്ചു കിട്ടലാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യയിലെ മറ്റിത സമൂഹങ്ങൾ വന്നതെന്ന് ഞാൻ പറയണത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് വരുന്ന എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ മുസ്ലിങ്ങൾ തന്നെയാണ് നിൽക്കേണ്ടത്. ഏതുപോലെ RSSനും BJPക്കുമെതിരെ ഈ തെരഞ്ഞെടുപ്പിലടക്കം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഈ മൂവ്മെന്റ് പോലെ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ ഇന്ത്യയിൽ നിങ്ങൾ ചോദിച്ചു എന്താണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തം? ഒരു വലിയ ഉത്തരവാദിത്തം ഇപ്പോൾ ദാർഹുദയുടെ നേതൃത്വത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സുബൈർ ഹുദവിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, പലയിടങ്ങളിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. വിദ്യാഭ്യാസം വേണം, ആളുകൾ ചിന്തിച്ചു തുടങ്ങണം, അവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഒരു കൂട്ടമായ സാധ്യത ഇതിനകത്ത് ഉണ്ടാവും. അത് തന്നെ രക്ഷയുള്ളൂ. അത് മാത്രമേ മാറുകയുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് മാറി നിന്ന്
രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് എന്ത് മൂവ്മെന്റ് സംഘടിപ്പിച്ചാലും അത് RSSന് വളമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുസ്ലിം ലീഗ് അവിടെ കാണിച്ചിട്ട് ഒരു മാതൃകയുണ്ട്. എല്ലാവരെയും ഇപ്പൊ കേരളത്തിൽ ഒരുപാട് മുസ്ലിം അനുകൂലമായ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങൾ. ഒന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഈ നിയമങ്ങൾ നിയമസഭയിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുണ്ടാക്കിയതാ അല്ലല്ലോ, മറ്റു മതസ്ഥരും അനുകൂലമായ വോട്ട് ചെയ്യുന്നു. അതിനവരെ പ്രേരിപ്പിക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കണ്ടേ? നമ്മൾ സത്യസന്ധനാണെന്നവർക്ക് തോന്നണ്ടേ? ആ തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സിബിഷനിസത്തിൽ കൂടിയുള്ള രാഷ്ട്രീയമാണ്. ആ എക്സിബിഷനിസത്തിലൂടെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. അതിനങ്ങനെ ഒരു പൊങ്ങച്ചാണ്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അങ്ങനെ സെക്കുലർ ആവണമെന്ന് ചോദിച്ചാൽ ആവണം, ആയേ മതിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഭജനത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് അക്കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് തക്കമായ ഒരു ന്യായം ഉണ്ടായിരുന്നു. അല്ല, ഇന്ത്യ പാക് വിഭജനത്തിന് ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് തന്നെ നടന്നിട്ടുള്ള വേദനയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതിൽ ന്യായമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ ന്യായത്തിന്റെ കൂടെ അല്ലല്ലോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിൽക്കുന്നത്. ആ ന്യായത്തിന്റെ കൂടെയാണ് നിന്നിരുന്നെങ്കിൽ ഈ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ കൊണ്ട് പോകാൻ പറയാത്ത കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്താ? പാകിസ്ഥാൻ. അപ്പം ഇന്ത്യയിൽ നിന്നിട്ട് കായികമില്ലത്ത് പറഞ്ഞെന്താ അറിയോ? ഇത് ഞങ്ങളുടെ മണ്ണാണ്. സീറ്റിന്റെ പ്രസംഗം ഉണ്ട്, മണ്ണെടുത്തു മണത്ത് നോക്ക്, നിന്റെ വല്യാപ്പയുടെ ചോരയുടെ മണം അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ ഈ നാട് നമ്മളതാണ്. അപ്പൊ ഇത് നമ്മളതാണ്. ആ ബോധമെടുത്തോളം കാലം സ്വാതന്ത്ര്യത്തിന്റെ വിഭജനത്തിന്റെ ന്യായത്തെ അന്യായത്തെ കുറിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഞങ്ങളതാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഞങ്ങളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് മാറിയിട്ട് വിഭജനത്തിന്റെ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിലെ ഏറ്റവും സങ്കടമുള്ള സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് സങ്കടങ്ങളുള്ള സാധനം കൊണ്ടുവന്ന് അതിനെ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ന്യായാന്യായങ്ങളിലേക്ക് പോയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മധുരം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം IUMLന്റെ ഒരു രൂപീകരണത്തിന് മുമ്പ് കായികത്തിൽ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു അടക്കമുള്ള മൗണ്ട് ബാറ്റൻ ഫോർബ് അടക്കമുള്ള ആളുകളൊന്നും ഈ ഒരു മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് യാതൊരു സപ്പോർട്ട് നൽകുന്നില്ല. പ്രത്യേകിച്ച് നെഹ്റു തന്നെ നേരിട്ട് വന്ന് പൊന്നാനിലൊക്കെ നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് നെഹ്റു അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, നെഹ്റുവിന്റെ നിലപാട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നിലപാടല്ലേ? അതെങ്ങനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുക? ഞങ്ങൾ മുസ്ലിം ലീഗല്ലേ. കോൺഗ്രസുമായിട്ട് മുസ്ലിം ലീഗ് നിൽക്കുന്ന ചില പോയിന്റുകളിലാണ്, എല്ലാ പോയിന്റിലും കൂടെ അല്ല. പൂർണ്ണമായിട്ടും അപ്പോൾ കോൺഗ്രസിന് അംഗീകരിക്കുന്നു. അംഗീകരിക്കുമെങ്കിൽ ലീഗിന്റെ കൊടി മാറ്റണം. എന്തിനാ വേറെ പച്ചക്കൊടി പിടിച്ച് നിൽക്കേണ്ട കാര്യം? എന്തിനാ വേറൊരു ആഫീസ്? എന്തിനാ വേറൊരു നേതാവ്? ഞാൻ പറയണത് കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ടാണ് നെഹ്റു പറയുന്നത് മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ്. അതേ കടപ്പുറത്ത് വെച്ച് CH വരികയാണ്. അല്ല, ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. ആ മുസ്ലിം ലീഗിനെയും കൂട്ടിയിട്ട് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ഇന്ന് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളിൽ ഒരാൾ മുസ്ലിം ലീഗാണ്. വിശ്വസ്തമായ ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. എന്ന് വെച്ചാൽ വിയോജിപ്പുകൾ ജനാധിപത്യത്തിലെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. വിയോജിപ്പുകൾ എവിടെയാ സൗന്ദര്യം ഇല്ലാത്തത്? ഇസ്ലാമിന്റെ സൗന്ദര്യം വിയോജിപ്പുകളല്ലേ? ലോകത്ത് മുഴുവൻ ഇസ്ലാമിൽ തന്നെ വ്യത്യസ്തമായ ധാരകൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ധാരകളൊക്കെ തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പലതരത്തിലാണ് വ്യത്യസ്തം. അത് എന്ന് വെച്ചാൽ ഞാൻ വിശുദ്ധ ഖുർആന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണില്ലേ, നിങ്ങൾ ഏത് കാലം വരെ നോക്കത്താ ദൂരത്തെ ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകാനുള്ള ഒറ്റ ബുക്ക് ഗ്രന്ഥം ഖുർആൻ. അത് നിങ്ങൾ വായിക്കുന്ന ഖുർആനല്ല, ഞാൻ വായിക്കുമ്പോണ്ടാകുക. അതുകൊണ്ട് ഞാൻ തെറ്റും നിങ്ങൾ ശരിയാവണമെന്നില്ല, നിങ്ങൾ തെറ്റും ഞാൻ ശരിയാവണമെന്നില്ല. അത് അങ്ങനെ മനനം ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുന്നൊരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില ഉണ്ടെങ്കിൽ പിന്നെ പാർട്ടിയിലില്ലേ? അതുകൊണ്ട് ഞാൻ പറയണത്, ഞാൻ കോൺഗ്രസ് വരണം, കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണം, കോൺഗ്രസ് തന്നെ വരട്ടെ എന്ന് പറയുന്നത് എന്തിനറിയോ? കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അതെന്റെ പോയിന്റ്. എന്റെ പോയിന്റ് അതാണ്. കോൺഗ്രസിന് എനിക്ക് ഇഴകീറി പരിശോധിക്കണം. കോൺഗ്രസിന്റെ രാഹുലിനെ പോലെ ഒരു വലിയ നേതാവിനോട് എനിക്ക് വിമർശിച്ച് പ്രസംഗിക്കണം. ആ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, അതാണ് ഭംഗി. ആ ഭംഗിക്ക് വേണ്ടിയാണ് കോൺഗ്രസിനോട് വെക്കുന്നത്. കോൺഗ്രസിന് ചീത്ത പറയാൻ ഞങ്ങൾക്ക് അവകാശം തരണമേ എന്നാണ് ഞങ്ങൾ കോൺഗ്രസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് കോൺഗ്രസിന് കൂടെ നിൽക്കുന്നതിന്റെ ലീഗിന്റെ ന്യായം. അല്ലാതെ കോൺഗ്രസിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതല്ല ലീഗിന്റെ പരിപാടി. അങ്ങനെയാണെങ്കിൽ പിരിച്ചു വിട്ടാൽ മതി. അങ്ങനെ ധരിക്കുന്നവരുണ്ട്. നമ്മളൊരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട് പലർക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ്, ഞാൻ രാഹുലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാഹുൽ നന്നാക്കി പറയാറുണ്ട്. അത് രാഹുൽ എവിടെയാണോ
ഈ നിലപാടുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നത് അവിടെ വരെ മാത്രം ആയുസുള്ള അനുകൂലമാണ്. അത് മാറിയാൽ തീർന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഹിന്ദു മഹാസഭയിൽ സവർക്കർ കിറ്റിന്റെ സമരത്തെ അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ മുസ്ലിം ലീഗും അംഗീകരിക്കുന്നില്ല കിറ്റിന്റെ സമരത്തെ. അത് ബ്രിട്ടനോടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഒരു മൃദുവായ സമീപനമായിരുന്നു, അല്ലെങ്കിൽ ഒരു കർക്കശമായ നിലപാടായിരുന്നു? സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടനോട് മുസ്ലിങ്ങൾക്ക് ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. അനുകൂല നിലപാട് എടുക്കാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ്. അത് ഇന്ത്യ ബ്രിട്ടീഷ് ഇഷ്യൂ അല്ല. മുസ്ലിങ്ങൾ ലാ എന്ന് തുടങ്ങുന്ന ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അവരുടെ മുമ്പിൽ ഒന്നും തടസ്സമല്ല. സാമ്രാജ്യം തടസ്സമല്ല, അതിരുകൾ തടസ്സമല്ല, പിന്നെ എന്താണ് ഭാഷ തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. അതുകൊണ്ട് നമ്മളെ ഭരിക്കാൻ വരുന്ന ബ്രിട്ടീഷുകാരനോട് മാത്രമല്ല, നമ്മളെ ഭരിക്കാൻ വരുന്ന ഇന്ത്യക്കാരൻ്റെ കൂടെ പോലും നിൽക്കാൻ മുസ്ലിമിനാവില്ല. എങ്ങനെ ഭരിക്കാൻ? നമ്മളുടെ മേക്കിട്ട് കയറുന്നവനെ അംഗീകരിക്കാനാവില്ല. അള്ളാഹുവിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലും നിൽക്കുന്ന ഒരു സമൂഹത്തിന് അതിൻ്റെ മുകളിലേക്ക് നിന്നിട്ട് പിന്നെ എന്താക്കാൻ കഴിയില്ല, അതിൻ്റെ മുകളിലേക്ക് നിന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പം ബ്രിട്ടീഷുകാരോടുള്ള സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള വികാര പ്രകടനങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ് എന്നതിൻ്റെ അടിസ്ഥാന ഘടകം കൊണ്ടാണ്. അതെ, ഇനി ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സാറിന് പുതിയ ചിന്തകൾ, ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിയാണ്, പുതിയ ചിന്തകൾ കൂടെ പങ്കുവച്ചാൽ ഈ അഭിമുഖം നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ ഈ സ്വാതന്ത്ര്യത്തിലെ ഒരു ഇന്ത്യക്കാരനായി എന്നതിൽ ഭയങ്കരമായ അഭിമാനമുള്ള ഒരാളാണ്. അത്യപാരം അഭിമാനമുള്ള. അതിൽ വിദേശ രാജ്യങ്ങൾക്ക് പര്യടനം നടത്തുന്ന സമയത്ത് ആസ് എൻ ഇന്ത്യൻ ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി? അല്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് ലോകത്ത് എവിടെ പോകുമ്പോഴും വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ പോയിട്ട് ഞങ്ങൾ ഒരു ഉൾഭാഗത്ത് ഞങ്ങൾ പോയതാണ്, ബ്ലൂഫോണ്ടെയിൻ എന്ന് പറയും. അവിടുത്തെ ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാനും മുനീർക്കൊക്കെ ഉണ്ടെന്ന് രാവിലെ കണ്ട് കുറേ ആളുകൾ, സ്ത്രീകളും കുട്ടികളൊക്കെ വന്നിട്ട് വലിയ ചെണ്ടയൊക്കെ കൂട്ടിയിട്ട് 2 ഇന്ത്യക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സന്തോഷം. അങ്ങനെ ഒരുപാട് ഗാന്ധിയുടെ ഗാന്ധിയുടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ദർശനങ്ങളിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ല, ഗാന്ധിയുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഗാന്ധി പറയുന്ന അതിമനോഹരമായ ചില കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകന്റെ ജീവിതമാണെന്ന് പറയുന്നത്. ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. ഉദാഹരണമായിട്ട് ജീവിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഉദാഹരണം കാണിച്ച് പ്രസംഗിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈസിയാണ്, ഒരു പണിയില്ല. പക്ഷെ ഉദാഹരണമായിട്ട് ജീവിച്ചു കൊടുക്കുക. ഗാന്ധി പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പ്രവാചകൻ്റെ വാക്കാണത്. അങ്ങനെ പറയണമെങ്കിൽ അത്യപാരമായ സ്കില്ലുണ്ടാവണം. ഗാന്ധിജിയുടെ കുറേ വാക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക് ഞാൻ എപ്പോഴും പറയുന്ന സാധനമുണ്ട്. ഗാന്ധി പറയുന്നത് ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. വളരെ ഈസി ആയിട്ട് നമ്മളൊരു ഒരു സാധ്യത്തിൽ എത്തുകയാണ്. ദൈവം സത്യമാണ്, ഓക്കെ, പക്ഷെ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. ദൈവത്തെ നിങ്ങൾ കാണണമെങ്കിൽ സത്യം തെരഞ്ഞു പോയാൽ മതി, അവിടെ ഉണ്ടാവുന്ന അർത്ഥം. പക്ഷെ അങ്ങനെയല്ല ഗാന്ധി പറയുന്നത്. സത്യം എവിടെയുണ്ടോ അവിടെ നിങ്ങൾ ദൈവത്തെ തെരഞ്ഞു പോണ്ട, ദൈവം ഉണ്ടാവും. ചെറിയ വാക്കിലെ വ്യത്യാസമാണ്, പക്ഷെ അത് വലിയ അർത്ഥങ്ങൾ ഉണ്ടാവുന്നതാണ്. ഗാന്ധിയുടെ വീക്ഷണങ്ങളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ. 1947 ഓഗസ്റ്റ് 15 സമയത്ത് അതിന് ഒരു ആഘോഷിക്കാൻ ഏറ്റവും അർഹനായ മനുഷ്യൻ കൊൽക്കത്തയിൽ നൊക്കാലി ഗ്രാമത്തിലൂടെ പാതകനായിട്ട് ആ ഒരു വിപ്ലവത്തെ തീർക്കാൻ വേണ്ടി അത് നടക്കുകയാണ്. അതുപോലെയുള്ള ഒട്ടനേകം അനുഭവങ്ങൾ ഗാന്ധിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. അതെ, സാറിന് അതിൽ നിന്നും എടുത്തു പറയാൻ എന്തെങ്കിലും? ഒരുപാട് അനുഭവമാണ്. ഒറ്റ കാര്യം പറയാം, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എല്ലാവരുടെ ക്ഷണം അനുസരിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ വരുമ്പോൾ ഗാന്ധിജിയോട് പിന്നെ പറയുന്നുണ്ട്, ഇറങ്ങുമ്പോൾ ആ സമരം നമുക്ക് അങ്ങനെ ആക്കണം, നമ്മൾ ഉഷാറാക്കണം, നമുക്ക് നാളെ മുതൽ അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഗാന്ധിജി വരുന്ന മറുപടിയുണ്ട്, ഞാൻ ആദ്യം ഇന്ത്യ ഒന്ന് കാണട്ടെ എന്ന്. അതിന് വലിയ ചരിത്രമുണ്ട്. മധുര വൈഗാ നദിയുടെ തീരത്തു നിന്നാണ് അദ്ദേഹം ആദ്യത്തെ കോട്ട് ഒരു നഗ്നയായ വെള്ളത്തിനടിയിൽ നഗ്നത ഒളിപ്പിച്ച അലക്കുന്നൊരു സ്ത്രീക്ക് അഴിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഉടുതുണിക്കും മറുതുണി ഉണ്ടാവുന്നത് വരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞാൻ ഇനി അധികം വസ്ത്രം ധരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട്, ഒരു മന്ത്രിയുടെ തലൻ്റെ മുകളിൽ ഗാന്ധിജിന്റെ ഫോട്ടോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഉംറക്ക് പോയതാണെന്ന് ചോദിക്കുന്നത്. നമ്മളിട്ട മാതിരി ഉംറയിൽ ധരിക്കണ പോലെ 2 തുണിയായിരുന്നു ആ മനുഷ്യൻ ധരിക്കുമായിരുന്നത്. മനുഷ്യനാവുമെന്ന് ആസ് എ ഹ്യൂമൻ
ലോകത്തിൽ അങ്ങനെ വേറെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമ്മളുടെ കാലത്ത് ജീവിച്ച ഒരാളില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ അത് പ്രവാചകനാണ്, അത് തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും കഴിയില്ല. അത് വേറെ തന്നെ ഒരു തലമാണ്. ചില ആളുകൾ അങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്, അത് വേറെ തലമാണ്. അത് ഒരു സൂക്ഷ്മമായ ഒരു ജീവിത നിരീക്ഷണത്തിൽ അഭിപ്രായം രഹിതമായ ഒന്നും പറയാൻ പറ്റാത്ത ജീവിതമാണ്. അതുപോലെയല്ല, മനുഷ്യന് അങ്ങനെയാണോ എന്ന് സംശയിക്കാനാകാവുന്ന തരത്തിലേക്ക് ഉയരുക. അതായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു സ്വാതന്ത്ര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വളരെ ഹാപ്പിയാണ്. നമ്മൾ കിടക്കാലത്ത് ഒരു 10 കൊല്ലക്കാലം സംശയം ഉണ്ടായിരുന്ന ഒരു കാലം, ഈ ഫാസിസ്റ്റുകൾ വിഴുങ്ങി തീർക്കുമെന്ന് പറഞ്ഞൊരു കാലം. അന്ന് എനിക്ക് സന്തോഷമുള്ള കാര്യം, ഞാൻ എൻ്റെ ഒരൊറ്റ വരി പ്രസംഗം പോലും നിങ്ങൾ പരിശോധിച്ചാൽ ആശങ്ക പ്രചരിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യ തിരിച്ചു വരും, വരാതിരിക്കാനാവില്ല, ഇവർക്കിത് പൂത്തിവെക്കാനാവില്ല, ഫാസിസ്റ്റുകൾക്ക് തീർക്കാനാവില്ല എന്ന് തന്നെയായിരുന്നു. അതല്ല ഒരു അഭിമാനം ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരാളായ. കാരണം 10 കൊല്ലം RSS ഭരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് ഭരിക്കാൻ കഴിയില്ല. അവർക്ക് ഇപ്പോഴും പാൻറ്റും ട്രൗസറും തമ്മിലുള്ള പ്രകൃതി വ്യത്യാസം പോലും തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തൊരു സാധനമാണ് RSS എന്ന് പറയുന്നത്. കഷ്ടമാണ്. ആലോചിച്ച് നോക്കിയാൽ ഏതോ ഒരു ഉട്ടോപ്പിയയിൽ ജീവിക്കുകയാണ്. 925 നിന്ന് ഒരടി RSS മുമ്പോട്ട് വന്നിട്ടില്ല. അതാണ് ഈ പരാജയം മുഴുവൻ എന്ന് പറയുന്നത്. നോട്ട് നിരോധനം മുതൽ GST മുതൽ. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു പ്രഭാഷണം പ്രൗഡാണ്. വ്യക്തിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ട്. വ്യക്തിപരമായ പ്രഭാഷണം സംസാരിച്ചതിന്റെ പേരിൽ നമ്മുടെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് തീക്ഷ്ണതകൾ നേരിട്ടിട്ടുണ്ട് താങ്കൾ. അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു സന്തോഷമുണ്ട്. നമ്മൾക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ കഴിയുക, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ കഴിയുക, നമുക്ക് നമ്മളുടെ ഈ ശരിയെന്ന് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാവണമെന്നില്ല, പക്ഷേ ഞാൻ പറയുന്നതൊക്കെയും എനിക്ക് ശരിയാന്ന് തോന്നുന്നതാണ്. ശരിയാന്ന് തോന്നാത്ത കാര്യങ്ങൾ പറയാറില്ല. ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരെ പേടിച്ചിട്ടും മറച്ചു വെക്കലില്ല. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊന്നും ഡസന്റ് മാറ്റർ. ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികതയും സ്വാഭാവികതയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചും അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വിഭജനം എന്ന് മാറ്റിവെച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ മധുരത്തെ നുണയുക എന്നുള്ളതാണ് ഷാഹി സാഹിബ് നമ്മോട് പങ്കുവെക്കുന്നത്. അതുപോലെയാവട്ടെ ഒരു സ്വാതന്ത്ര്യദിനം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അഭിമുഖം ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.